ഓക്കെ, വെൽക്കം ബാക്ക് ടു പ്രണോസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോണത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മുടെ തമിഴിലെ സൂര്യയുടെ പിറന്നാളായിട്ട് കങ്കുവ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സോങ് ഇന്നലെ റിലീസ് ചെയ്തായിരുന്നു. അവർ രാവിലെ 11 മണിക്കാണ് സോങ് റിലീസ് ചെയ്തത്. ആ ഒരു സോങ് കേട്ട സമയത്ത് എനിക്ക് അത്യാവശ്യം കൊള്ളാം, നല്ലൊരു വൈബ് സോങ്ങാണ്. പക്ഷേ ഈ സോങ് കണ്ട സമയത്താണെങ്കിൽ ഇത് നല്ല ഒരു ഉഗ്രൻ കോപ്പിയടി അവിടെ നടന്നേക്കുന്നത്. ഈ സോങ് നല്ലൊരു കോപ്പിയാണ്. കാരണം നമ്മൾ കേട്ട പല പാട്ടുകളുടെയും ഇതൊക്കെ എടുത്ത് വെച്ചാണ് ഈ പാട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഉഗ്രൻ കോപ്പിയടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവശ്രീ പ്രസാദാണ് ഇതിൻ്റെ ഒരു മ്യൂസിക് കമ്പോസിങ് ചെയ്തിരിക്കുന്നത്. ദേവശ്രീ പ്രസാദിൻ്റെയും പഴയ തമിഴ് പാട്ടുകളും അത്യാവശ്യം മലയാള സോങ്ങുകളൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് തയ്യാറാക്കുന്നത്. നല്ല ഉഗ്രൻ കോപ്പിയടിയാണ്. അപ്പം നമുക്കിന്ന് പറയാൻ വേണ്ടി പോണ ഈ ഫയർ സോങ് എന്ന് പറഞ്ഞ കങ്കുവേല ഈ ഒരു പാട്ടിൽ ദേവശ്രീ പ്രസാദ് മിക്സായി വെച്ചിരിക്കുന്ന ചില സോങ്ങുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് ലൈൻ, ഈ പാട്ടിൻ്റെ ഫസ്റ്റ് ലൈൻ നമുക്കൊന്ന് കാണാം. ഓക്കെ, കണ്ടല്ലോ, ഇതാണ് ആ പാട്ടിൻ്റെ ഫസ്റ്റ് ലൈൻ. ഈ സംഭവം ഇതാണ് വരുന്നത്. അപ്പോൾ ഓക്കെ, ഈ പാട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴിൽ തന്നെയുള്ള ഒരു പഴയ ഒരു സിനിമയുണ്ട്, കരാട്ടെക്കാരൻ എന്നൊരു പടമുണ്ട്. ഈ കരാട്ടെക്കാരൻ സിനിമയിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ് മാരിയത്ത മാരിയത്ത എന്നൊരു പാട്ടുണ്ട്. ഈ ഒരു പാട്ടിൻ്റെ ഒരു ചെറിയ ഒരു വേരിയേഷൻസൊക്കെ വരുത്തിയാണ് ദേവശ്രീ പ്രസാദ് ഇതിട്ടിരിക്കുന്നത്. ചിലപ്പോൾ ഫാസ്റ്റ് കൂടിയോ കുറച്ചോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ലെങ്കിലും ഈ മാരിയത്ത മാരിയത്ത ഈ ഒരു സോങ്ങില്ലേ, ഈ ഒരു സോങ്ങിൻ്റെ ഒരു ലൈറ്റ് വെച്ചാണ് ആദി നെരുപ്പേ ആടാത നെരുപ്പേ എന്നും പറഞ്ഞ് ഇതിൽ ചോദിച്ചു. അത് നമുക്കൊന്ന് കാണാം. ആ മാരി സോങ് നമുക്കൊന്ന് കാണാം. ഓക്കെ, நினைச்சபடி புன்ன ஜெயிக்கும்படி வேண்டும் வரந்தா மாரியம்மா, காவல் நீதான் காளியம்மா, மாரியம்மா மாரியம்மா திரிசூலியம்மா நீலியம்மா, மாரியம்மா மாரியம்மா திரிசூலியம்மா நீலியம்மா. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. പിന്നെ ഈ പാട്ടത്തിനുള്ള ഒരു അടുത്തൊരു വരിയാണ് മൺതൂക്കര കാലത്തിലെ മുൻതൂക്കര മുന്തിക്കൊടി എന്നൊരു ലൈൻ വരുന്നുണ്ട്. അങ്ങനെ എന്തോ എനിക്ക് അതാണ് സംഭവം. പക്ഷേ ഈ പാട്ട് അതിൻ്റെ ലിറിക്സ് നമുക്കൊന്ന് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളൊന്ന് കാണണേത്. சுடர் வெள்ளம் அணையாமல் காத்தல் குடி தீமென்று தீத்தின்று தீக்காடாய் வாழும் குடி. കണ്ടല്ലോ, ഈ ഒരു ലിറിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു മലയാള പാട്ടിൻ്റെ ഒരു റീമേക്ക് വെർഷൻ ബെഡാ ദോസ് സിനിമയിൽ ഇറക്കിയായിരുന്നു. കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കൺമദപ്പൂ കണ്ണമ്പൂണ്ടൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ അതേ ട്യൂണാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതും കൂടെ നമുക്കൊന്ന് കാണാം. ഓക്കെ, ആക്ച്വലി ഈ പാട്ട് കംപ്ലീറ്റ് കോപ്പിയുടെയാണ്. കംപ്ലീറ്റ് കോപ്പിയുടെയാണ്. പിന്നെ ഉള്ളതാണ് വാ ഒരു തോളെടുത്ത് വാ ഒരു വാളെടുത്ത് വാ വാ എന്നൊരു ലൈനുണ്ട്. ഇത് ദേവശ്രീ പ്രസാദിൻ്റെ തന്നെ ഒരു പാട്ടിലെ ഒരു വരിയുടെ അതേ താളം അതേ കണക്കെടുത്ത് വെച്ചിരിക്കണം. അതായത് പുലി എന്ന് പറഞ്ഞൊരു സിനിമയിലെ മഞ്ഞവനെ മഞ്ഞ എന്നൊരു പാട്ടുണ്ട്. ആ ഒരു പാട്ടിൽ ഇടയ്ക്ക് വരുന്ന ലൈനിൽ നിന്ന് കട്ടെടുത്ത് വിളിച്ചിരിക്കണം. ആ ലൈൻ നമുക്കൊന്ന് കാണാം. ഓക്കെ, എടുത്ത് വാ കുറുവാളെടുത്ത് വാ ഒരു സൂടുറെടുത്ത് വാ 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 എടുത്ത് വാ കുറുവാളെടുത്ത് വാ ഒരു സൂടുറെടുത്ത് വാ 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 വാ. நாட்டில் இது எங்கள் ஆட்சி, நீயோ ஒரு பட்டாம்பூச்சி காட்டை உன் சிறகில் ஏற்றம் மாறாதே. பூவில் சிறுதேனை கொள்ள ஆட்சி அது தேவையில்லை, எரியும் தீக்குச்சி போதும் கரியாய் மாறும் மொத்தங்காடும். അത് അടുത്തത് ഇനി വരുന്ന ഈ ഒരു ലൈൻസും കൂടെ നോക്കുക. ഈ ഒരു ലിറിക്സ് നോക്കുമ്പോൾ ഇതും ഒരു കോപ്പിയാണ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണും. ഇതിൻ്റെ
ഒരു ഫസ്റ്റ് ടൈം കേട്ടുണ്ടെങ്കിൽ ലിറിക്സ് എനിക്ക് വലിയ പിടിയില്ല. അതുകൊണ്ട് ഈ ഒരു കാരോടെ കണ്ടിട്ട് അതിൻ്റെ കോപ്പേഷൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. മഴയടിത്തത് അടിത്തത് പുയലും മലയുടൈതത് അലയെഴുതത് எழுந்தது പ്രളയം കല്ലോടും ഉള്ളോടും കാറ്റോടും പോരാടി പല്ലാണ്ട് വാഴും ഇനം പൊറി വിഴുന്നത് വനം എറിந்தது കിരിந்தது നദിയും മുങ്ങിക്കരിந்தது നിലം சரிந்தது திரிந்தது பருவம் அங்கார கூத்தாடி அனலுக்குள் நீராடி மேலேறி வந்த இனம். ഈ കേട്ട ഈ ഒരു ലൈൻ്റെ കോപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ദേവശ്രീ പ്രസാദിൻ്റെ പുലി എന്ന് പറഞ്ഞൊരു സിനിമയിലെ ഒരു സോങ്ങിൻ്റെ വരികളിൽ ചെറിയ ഒരു വേരിയേഷൻസൊക്കെ വരുത്തിയാണ് ദേവശ്രീ പ്രസാദ് അവതരിപ്പിച്ചത്. ചെറിയ ഒരു എന്ന് വെച്ചാൽ അവിടെ ഇച്ചിരി സ്ലോ ഫേസിൽ പോണത് ഇതിൽ കുറച്ചും കൂടെ 2x ആയിട്ട് കൂട്ടിയിട്ട് അങ്ങനെയാണ് ഈ ദേവശ്രീ പ്രസാദ് ഈ ഒരു പാട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതും കൂടെ നമുക്കൊന്ന് കാണാം. ഓക്കെ. உன்னை நீ நம்பி உழைத்தே பாரு ஊரு தன்னாலே மாறாது மாற்றம் முன்னோடு தொடங்கட்டும் தோழா விழிக்கும் போது நமது கனவு பதிக்க வேண்டுமே வானம் எப்போதும் தீர்ந்தா போகும் வாழ்வின் நம்பிக்கை தீராதே நாளை நம் கையில் வந்தே தீரும் வலது காலை எடுத்து வள இளைய தோழனே. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദേവശ്രീ പ്രസാദ് ഇവിടെ ചെയ്തു വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാട്ടിൻ്റെയും ഫാസ്റ്റ് കൂട്ടിയും കുറച്ചൊക്കെയാണ് ഈ പാട്ട് സെറ്റ് വെച്ചിരിക്കുന്നത്. ചിലയിടത്തെ പാട്ടുകളൊക്കെ ഫാസ്റ്റ് കൂട്ടിയും കുറച്ചും മീഡിയം ലെവലിലേക്ക് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇനി കേൾക്കാൻ വേണ്ടി പോണ ഈ ഒരു ലെവൽ ശ്രദ്ധിച്ച് നോക്കുക. ഈ സമീപകാലത്ത് ഇറങ്ങിയ ഒരു പടത്തിലെ ഒരു പാട്ടിൻ്റെ ഏറ്റവും എക്സ്ട്രീം കോപ്പിയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് ഒരു മാറ്റവും ഇല്ലാതെ രീതിക്ക് ആ കോപ്പി അങ്ങനെ വെച്ചാൽ അത് നമുക്കൊന്ന് കാണാം. ആ ഒരു കങ്കുല ലിറിക്സ് നമുക്കൊന്ന് കാണാം. ഓക്കെ. കേട്ടല്ലോ. ഈ ഒരു ലിറിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലക്കോട്ടെ വാലിബൺ സിനിമയിലെ ഏഴുമലക്കോട്ടയിൽ എന്നൊരു പാട്ടുണ്ട്. ഈ ഒരു പാട്ടിന് ഇച്ചിരി ഫാസ്റ്റ് കൂട്ടിയിട്ട് അതേ കണക്ക് തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്കത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കൊണ്ടൊന്ന് കാണിച്ചു തരും. ഒന്ന് കാണാം നമുക്ക്. ഓക്കെ. ഏഴിമലക്കോട്ടയിലെ മയിലാടൻ കാമുകൻ ഏഴായിരമഴകിന്റെ പേലി നീട്ടിയാടുവോ. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ഇതൊക്കെയാണ് ദേവശ്രീ പ്രസാദ് കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം. ഇനി നിങ്ങൾ ഇത്രയും ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം തെളിവായിട്ട് പറഞ്ഞില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ദേവശ്രീ പ്രസാദ് കങ്കുവ സിനിമയിലെ ഈ ഒരു ഫയർ സോങ് കോപ്പി അടിച്ച് വെച്ചിട്ട് ഈ ഒരു പാട്ട് ഏത് രീതിക്കൊക്കെയാണ് താക്കി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ പാട്ടുകളുടെയും ഈ സ്പീഡ് കൂട്ടിയും കുറച്ചും അത്യാവശ്യം മിഡിലോട്ട് കൊണ്ടുപോയി ഒക്കെയാണ് ഈ ട്യൂണിൻ്റെ രീതിയൊന്നും മാറ്റി തന്നെയാണ് ദേവശ്രീ പ്രസാദ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതായത് മാരിയത്ത സോങ്ങിൻ്റെയൊക്കെ ഒരു അത്യാവശ്യം അതൊക്കെ അവർക്ക് മാത്രമേ ആ ഒരു സ്ട്രീമിങ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. മ്യൂസിക് കമ്പോസേഷൻ മാത്രമേ അതിൻ്റെ ഒരു ടെക്നിക്കും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ ആ മാരിയത്ത സോങ്ങിൻ്റെ മ്യൂസിക് മാറ്റി ഇപ്പോഴത്തെ മ്യൂസിക് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ആ ഒരു ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അങ്ങനെയാണ് ഈ പാട്ടുകളുടെയൊക്കെ ഒരു ഡിഫറൻസിയേഷനിൽ ദേവശ്രീ പ്രസാദ് മാറ്റം പറ്റില്ല. പുലിയിലെ ആ ഒരു മന്നവനെ സോങ്ങിൽ വരുന്ന ആ ഒരു അതായിരുന്നാലും പുലി ആ ഒരു പാട്ടിലെ ആ ഒരു ഇടിക്കുന്ന മലയടിക്കുന്നു പറഞ്ഞ ആ ഒരു ലൈനായിരുന്നാലും ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ ഒരു സ്പീഡ് കുറച്ചും വേരിയേഷൻസ് മാറ്റിയും മ്യൂസിക് ചേഞ്ച് ഔട്ട് ഇതൊക്കെയാണ് വെച്ചത്. അപ്പം നമുക്ക് പെട്ടെന്ന് തിങ്ക് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടത്തില്ല. അപ്പം നമുക്ക് ആ രീതിക്ക് ഒരു അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു പാട്ടുകളുടെയൊക്കെ ഒരു ഇതാണെന്ന് ഉള്ള സംഭവം കിട്ടിയത്. അത്യാവശ്യം നല്ല ഒരു കോപ്പിയായിട്ടാണ് ഈ പാട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം എന്നിരുന്നാലും ഈ പാട്ട് കേൾക്കാനൊക്കെ ഓക്കെയാണ്. കാരണം മിക്സിങ് ആയിരുന്നാൽ പോലും ദേവശ്രീ പ്രസാദിൻ്റെ പാട്ടുകളൊക്കെ തന്നെ മിക്സിങ് ആയിരുന്നാലും സംഭവം കേൾക്കാനൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് കോപ്പിയാണെന്നുള്ള ഒരു ഡൗട്ട് ആദ്യം കേൾക്കുന്ന ഒരാൾക്ക് കൺഫേം ആയിട്ട് തോന്നും. അവർ ഇത് കോപ്പി ഇത് ആ പാട്ടല്ല ഈ പാട്ടാണെന്ന് തോന്നിപ്പം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അട്ടർ കോപ്പി സോങ്ങാണത്. പിന്നെ അത് ഇൻഡിപെൻഡൻറ്റ് സോങ് ഒരിക്കലും കൂട്ടാൻ വേണ്ടി പറ്റില്ല. ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ. ഇത് നിങ്ങളൊന്ന് അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളും ഇതേപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുക. അത് പ്രണോ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.